എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 25-ാം ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സമയം കിട്ടും പോലെ മുഴുവനും കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടേക്കണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇപ്പോൾ വന്നത് ഏതായാലും മരണദൂതനൊന്നുമല്ല. അവതച്ചനെയാണ് അയാൾ ആദ്യം കണ്ടത്. പുറകെ തന്നെ കത്രീനാമ്മയും അനുവും ഉണ്ടായിരുന്നു. കത്രീനായും അനുവും ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അവതച്ചൻ മിക്കവാറും ഇന്നായിരിക്കും വന്നത്. ആനക്കയത്തിന് പോയിട്ട് എന്നാ വന്നത്? അവിടുത്തെ പണിയൊക്കെ ഒരുവിധം ഒതുക്കിയോ? ഇനി ഏതായാലും കുറച്ച് ദിവസം കഴിഞ്ഞു പോയാൽ മതി. അതിനിടയ്ക്ക് മിക്കവാറും എൻ്റെ കാര്യം ഒരു തീരുമാനമാകും. അപ്പോൾ അതിനും കുറച്ച് ദിവസം വേണ്ടി വരില്ലേ? ഈയിടെയായി അപ്പന് മരണത്തെപ്പറ്റി പറച്ചിൽ അല്പം കൂടുതലാണ്. മിക്കവാറും സമയവും തന്നെ കാണുമ്പോൾ ആ കാര്യം ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കുകയും ചെയ്യും. അത്രയ്ക്കും രൂക്ഷമായ വേദനയാണല്ലോ. സഹിച്ചു മടുത്തു കാണും. അതായിരിക്കും. എങ്ങോട്ട് പോകാനാന്നാ പറഞ്ഞേ? അതെയോ, ഞങ്ങളെയൊക്കെ കണ്ടു മടുത്തിട്ട് അങ്ങേ ലോകത്തേക്ക് പെട്ടെന്ന് തന്നെ പോയേക്കാം എന്നാണോ പറഞ്ഞ് വിഷമിപ്പിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ അപ്പൻ്റെ വേദനയുള്ള മുഖം കാണുമ്പോൾ ഞങ്ങൾക്ക് വിഷമമാണ്. പിന്നെ ഇപ്പോൾ ഈ വർത്തമാനവും കൂടി. കത്രീനായുടെ കണ്ണിൽ നിന്നും 2-3 തുള്ളി കണ്ണുനീർ താഴേക്ക് വീണു. അതിലൊരു തുള്ളി വീണത് കുട്ടിച്ചൻ്റെ ദേഹത്തേക്ക് തന്നെയാണ്. കുട്ടിച്ചൻ ഇതിനു മുമ്പ് പലപ്പോഴും തോറ്റിട്ടുള്ളത് കത്രീനാമ്മയുടെ കണ്ണുനീരിന് മുൻപിലാണ്. ഇന്നും അയാൾ അതുപോലെ തന്നെ തോറ്റു. സാഷ്ടാംഗ പ്രണാമം ചെയ്തതുപോലെയായി. മേലാൽ അങ്ങനെ പറയില്ലെന്ന് കൈകൂപ്പി പറഞ്ഞു. അതിനുശേഷമാണ് ആ കണ്ണുനീരൊന്നടങ്ങിയത്. അപ്പൻ അനുഭവിക്കുന്ന വേദന അത്ര കൂടുതലാണ് മോളെ. പലപ്പോഴും വേദനയുടെ കൂടിയ സ്ഥിതിയിൽ ആ നിമിഷം തന്നെ മരിച്ചു പോയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എത്രയോ തവണ ആശിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാമോ? പിന്നെ വേദന സഹിക്കാതിരിക്കാൻ വേണ്ടി സ്വയം കടിച്ചു ചാകാൻ എൻ്റെ ജന്മം ഒരു ഉറുമ്പിൻ്റേതല്ലല്ലോ. അതുകൊണ്ട് അങ്ങ് സഹിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പൻ്റെ വേദനയും വിഷമവും കാണുമ്പോൾ മക്കളായ ഞങ്ങൾക്കും വിഷമമുണ്ട്. ഞങ്ങളിത് ആരോട് പറയും? പരസ്പരം പറയുന്നു, പരസ്പരം ആശ്വസിപ്പിക്കുന്നു, അത്രമാത്രം. ഞങ്ങൾ നേരിട്ട് വേദന അനുഭവിക്കുന്നില്ല എന്നേ ഉള്ളൂ. വേദനയുടെ ഫലം ഞങ്ങളും അനുഭവിക്കുന്നുണ്ട്. ആരും പരസ്പരം പറയുന്നില്ലെന്ന് മാത്രം. വീട്ടിൽ ആരെങ്കിലും ഒന്ന് ചിരിച്ചിട്ട് ദിവസം ഇപ്പോൾ എത്രയായി എന്ന് തന്നെ അറിയാമല്ലോ. അതുകൊണ്ടുകൂടി തന്നെയാണ് കുട്ടിച്ചൻ തൻ്റെ മരണത്തെപ്പറ്റി ആഗ്രഹിക്കുന്നത്. തൻ്റെ വേദന കൊണ്ട് ബാക്കി എല്ലാവരും എന്തിനു ദുഃഖിക്കണം? താനങ്ങ് പോയി തീർന്നാൽ പിന്നെ കൂടിപ്പോയാൽ ഒരു 4-5 ദിവസം ഇവർ വിഷമിച്ചിരിക്കും. പിന്നെ എല്ലാം പഴയ പോലെയാകും. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ അല്ലേ? അതിനു പകരം ഞാനങ്ങ് പോവുകയാണെങ്കിൽ ഒറ്റ ദിവസം നിങ്ങൾ കരഞ്ഞാൽ മതി. വേണ്ട, അടക്കിൻ്റെ ദിവസവും കൂട്ടി 2 ദിവസം നിങ്ങൾ കരഞ്ഞാൽ മതി. പിന്നെ ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ അങ്ങ് മറക്കും. ഇപ്പോൾ എൻ്റെ പുറത്ത് കയറി വരുന്ന അനുപോലും എന്നെ മറക്കുമെന്ന കാര്യം തീർച്ചയാണ്. അപ്പോഴാണ് കത്രീനായും ശ്രദ്ധിച്ചത്. അനു അപ്പൻ്റെ കൂടെ ആ കിടക്കയിൽ തന്നെയാണ് കിടക്കുന്നത്. എനിക്ക് അവതച്ചനോടൊരു കാര്യം പറയാനുണ്ട്. അതായത്, ഞാൻ സ്ഥലം വീതം വെച്ചപ്പോൾ അന്നേരത്തെ ദേഷ്യത്തിന് കത്രീനയ്ക്കായി മാത്രം ഒന്നും വെച്ചില്ല. കല്യാണത്തിന് സ്ത്രീധനമായി ഒന്നും കൊടുത്തിട്ടും ഇല്ലല്ലോ. അതെല്ലാം അവൾ പറയാതെ അന്ന് ഇറങ്ങിപ്പോയ വാശിക്ക് ചെയ്തതാണ്. ഇനിയിപ്പോൾ എനിക്ക് എന്ത് വാശി? അതുകൊണ്ട് ഞാൻ അതിന് പരിഹാരം ചെയ്യാൻ തീരുമാനിച്ചു. എന്താണാവോ ഇനി അതിന് പരിഹാരം ചെയ്യാൻ പോകുന്നത്? എന്തായാലും പറയട്ടെ, കേൾക്കാം. അതിനുവേണ്ടിയാണല്ലോ അടുത്തേക്ക് വിളിച്ചത്. തൻ്റെ വീടിനടുത്ത് തന്നെ എൻ്റെ വകയിലൊരു 3 ഏക്കർ റബ്ബർ തോട്ടമുണ്ട്. അത് ഞാൻ ആർക്കും എഴുതി കൊടുത്തിട്ടില്ല. അത് ഞാൻ കത്രീനയുടെ പേരിലേക്ക് എഴുതാൻ പോവുകയാണ്. അതിന് വേണ്ട നടപടികളെല്ലാം ചെയ്തു കൊണ്ടുവരാൻ ബേബിയെ ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അവൻ ഇന്ന് തന്നെ ആളെ വിളിച്ചുകൊണ്ടുവരും. അത് ആരുടെ പേരിൽ എഴുതണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു പറഞ്ഞാൽ മതി. സ്വത്ത് വേണ്ട എന്ന് പറഞ്ഞാൽ വേദനിച്ച് മരണം കാത്തു കിടക്കുന്ന മനുഷ്യന് കൂടുതൽ വിഷമമാകും. മാത്രവുമല്ല, ഒരു പിതാവിൻ്റെ അവകാശമാണ് മകൾക്ക് തൻ്റെ അധ്വാനത്തിൻ്റെ പങ്ക് കൊടുക്കുക എന്നത്. അത് നിരസിക്കാൻ മകൾക്കോ മകളുടെ ഭർത്താവിനോ അവകാശമില്ല എന്ന് വേണം കരുതാൻ. അങ്ങനെ വരുമ്പോൾ
താനത് വേണ്ട എന്ന് പറയാൻ പാടില്ല. കത്രീനായ്ക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു. അവൾ പറഞ്ഞും ഇല്ല. അത് എഴുതുന്നത് കത്രീനായുടെ പേരിൽ തന്നെ മതി. അതാണ് അതിൻ്റെ ശരി. എൻ്റെ കത്രീനായെ ഞാൻ സ്നേഹിച്ചത് അവളുടെ സ്വത്ത് കണ്ടിട്ടൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അത് വേണമെന്ന് പറയാനുള്ള ഒരു താല്പര്യവും എനിക്കില്ല. അപ്പൻ തരുന്നത് വേണ്ടെന്നോ വേണമെന്നോ ഞാൻ പറയുന്നില്ല. ഞാനൊന്നും ചോദിക്കുന്നില്ല. എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും യാതൊരു കുഴപ്പവുമില്ല. ഒന്നും തന്നില്ലെങ്കിലും എനിക്ക് ആവശ്യത്തിന് സ്നേഹം തന്നിട്ടുണ്ട്. അത് തന്നെ ധാരാളം. നിനക്കത് മതിയെങ്കിലും എനിക്കത് പോരല്ലോ. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. അവർക്ക് കൊടുക്കാനുള്ള കടമ എനിക്കുണ്ട്. എൻ്റെ പിതാവ് എനിക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ മക്കൾക്കും കൊടുക്കണം. നിങ്ങൾ അനുവിനും കൊടുക്കണം. അങ്ങനെ ആ കാര്യം തീരുമാനമായി. ആ സ്ഥലം കത്രീനായുടെ പേരിലാണ് എഴുതാൻ പോകുന്നത്. ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ബേബിയുടെ കൂടെ വന്നത് ആധാരമെഴുത്തുകാരനും ഒരു വക്കീലും കൂടിയാണ്. വക്കീൽ കുട്ടിച്ചൻ്റെ പഴയ ഒരു സുഹൃത്തിൻ്റെ മകനായതുകൊണ്ട് വന്നതാണ്. അല്ലാതെ സ്ഥലം എഴുതുന്നതുമായി ബന്ധപ്പെട്ട് അയാൾക്ക് നേരിട്ട് യാതൊരു റോളും വഹിക്കാനില്ല. കുട്ടിച്ചൻ ഇവിടെ വന്നതിന് ശേഷം വാങ്ങിയ സ്ഥലമാണ് അത്. അതിൽ മുഴുവൻ ബഡ് റബ്ബറാണ് നട്ടിരിക്കുന്നത്. RRIM 105 ഇനം തൈകളാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ തൈകൾ നട്ടിട്ട് 6 വർഷമായി. 2 വർഷം കൂടി കഴിഞ്ഞാൽ ടാപ്പ് ചെയ്യാം. മുഴുവനും തന്നെ ഏതാണ്ട് ഒരേ രീതിയിലാണ് വളർന്നുകൊണ്ട് വന്നിരിക്കുന്നത്. അത്രയും വളക്കൂറുള്ള മണ്ണായതുകൊണ്ടാണ് അങ്ങനെ വളർന്നു വന്നത്. പണിയും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ആ സ്ഥലം തനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന് ജോസിനൊരു താല്പര്യമുണ്ടായിരുന്നു. എന്നാലും പെങ്ങൾക്ക് കൊടുക്കുന്നതിൽ അയാൾ യാതൊരു വിരോധവും പറഞ്ഞതുമില്ല. അവന് അതിനേക്കാൾ വളരെ കൂടുതലാണ് വീടും പറമ്പും കൂടി കിട്ടിയത്. ആർക്കും ഒരു കുറവും വരുത്താതെയാണ് കുട്ടിച്ചൻ വീതം വെച്ചത്. അപ്പൻ്റെ മനസ്സിൽ അത് നിനക്ക് തരാനുള്ള പരിപാടിയായിരുന്നടീ കത്രീനാമ്മേ. ഞാൻ ആ റബ്ബർ തോട്ടത്തിൻ്റെ കാര്യം ചോദിച്ചതാ. അന്നേരം അപ്പൻ പറഞ്ഞത് അതവിടെ കിടക്കട്ടെ എന്നാണ്. നേരത്തെ തന്നെ എന്നോട് കാര്യം പറഞ്ഞിരുന്നു. ഞാനത് സമ്മതിക്കുകയും ചെയ്തതാണ് എന്ന് പറഞ്ഞത് സാറാമ്മയാണ്. ഇവൾക്ക് 1 സെൻറ്റ് സ്ഥലം പോലും കൊടുക്കില്ലെന്ന് പറഞ്ഞതും അപ്പൻ തന്നെയാണല്ലോ. വെറും 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ദേഷ്യമൊക്കെ മാറി. അവൾക്കുള്ള വീതം കൃത്യമായി മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചു. ഇപ്പോൾ എഴുതി കൊടുക്കുകയും ചെയ്തു. ജോസ് ചേട്ടന് വേണമെങ്കിൽ എനിക്കത് വേണമെന്നില്ല. എനിക്കിപ്പോൾ ഇവിടെ സ്ഥലം കിട്ടിയിട്ടും എന്താ കാര്യം? ഞാൻ അങ്ങ് ആനക്കയത്തല്ലേ. അവിടെ നിന്നും ഇവിടെ വന്നിട്ട് റബ്ബർ വെട്ടിക്കാനോ വരുമാനമെടുക്കാനോ ഒന്നും എന്നെക്കൊണ്ട് വയ്യല്ലോ. ഇപ്പോൾ തൽക്കാലം അതൊന്നും ഓർക്കേണ്ട കാര്യമില്ല. 2 കൊല്ലം കഴിയുമ്പോഴേക്കുമല്ലേ ആ കാര്യങ്ങളൊക്കെ ആവുകയുള്ളൂ. അപ്പോഴേക്കും ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും വന്ന് വീട് വയ്ക്കാം. അതല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾക്ക് ഞങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഞങ്ങളത് ചെയ്തു കൊള്ളാം. വൈകുന്നേരമായപ്പോഴേക്കും എഴുത്തിൻ്റെയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ആധാരമെഴുത്തുകാരനും അപ്പൻ്റെ പരിചയക്കാരനായ വക്കീലും സംസാരമെല്ലാം കഴിഞ്ഞ് ഒരുമിച്ച് പുറത്തേക്ക് പോയി. അവരെ കൊണ്ടുവിട്ടിട്ട് ബേബി തിരിച്ചു വന്നപ്പോഴേക്കും സന്ധ്യ മയങ്ങി തുടങ്ങിയിരുന്നു. അന്ന് വൈകുന്നേരം കുരിശു വരയ്ക്കണമെന്ന് കുട്ടിച്ചന് നിർബന്ധമായിരുന്നു. കുറേ ദിവസമായി വേദനയും മറ്റുമായി കുരിശു വരയ്ക്ക് കുട്ടിച്ചൻ പങ്കെടുക്കാറേയില്ലാത്തതാണ്. ഇന്ന് എന്തു പറ്റിയാവോ ഇത്ര നിർബന്ധം? നിർബന്ധം പറഞ്ഞതുകൊണ്ട് ആരും അതിന് എതിരൊന്നും പറഞ്ഞില്ല. എല്ലാവരും അപ്പോൾ തന്നെ അപ്പൻ കിടക്കുന്ന കട്ടിലിൻ്റെ അടുത്ത് തന്നെ വന്നിരുന്ന് പ്രാർത്ഥന തുടങ്ങി. ഇടമുളയിൽ വീട്ടിലെ പ്രാർത്ഥന അരമണിക്കൂറിലധികം നീളുന്നതാണ്. അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും അപ്പന് സ്തുതിയും കൊടുത്തു, ഉമ്മയും കൊടുത്തു. അത് കഴിഞ്ഞ് ഓരോരുത്തരും ഓരോ വഴിക്ക് കൂടി പോയി. സാറാമ്മയും അനുവും കത്രീനയും മാത്രം ആണ് അവിടെ ഉണ്ടായിരുന്നത്. പെട്ടെന്ന് കുട്ടിച്ചൻ്റെ ശരീരത്തിന് വേദന കൂടി. അയാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നതിനപ്പുറമാണതെന്ന് സാറാമ്മയ്ക്കും കത്രീനായ്ക്കും മനസ്സിലായി. അവർ ഉച്ചത്തിൽ ബേബിയെയും ജോസിനെയും വിളിച്ചു. 2 പേരും ഔതച്ചനും നിമിഷ നേരം കൊണ്ട് ഓടിയെത്തി. അപ്പൻ്റെ അവസ്ഥ കണ്ടപ്പോഴേ ബേബി പറഞ്ഞു, ചേട്ടാ പിടിച്ചോ, നമുക്ക് അപ്പനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയേക്കാം.
ഇവിടെ വെച്ച് നമുക്ക് യാതൊന്നും ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിലല്ല അപ്പൻ. ഡോക്ടർ വന്നാൽ പോലും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. സാറാമ്മയുടെ മടിയിൽ കിടന്ന് ഞെളിപിരി കൊള്ളുകയായിരുന്നു കുട്ടിച്ചൻ. അയാളുടെ പുറം തടവി തിരുമ്മിക്കൊണ്ട് കത്രീനായും കൂടെ അനുവും. അവളും അവളാൽ കഴിയുന്നത് പോലെ വല്യപ്പച്ചനെ തിരുമ്മുകയും സമാധാനിപ്പിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ വേദനയ്ക്കിടയിലും കുട്ടിച്ചൻ ആ കുഞ്ഞു മുഖത്തേക്ക് കൈ ഉയർത്തി ആ മുഖത്തൂടെ മുഴുവൻ വിരൽ ഓടിച്ചു. പെട്ടെന്ന് തന്നെ ആ കൈകൾ കുഴഞ്ഞ് താഴേക്ക് വീഴുകയും ചെയ്തു. അവിടെ എന്ത് സംഭവിച്ചു എന്നത് അടുത്ത ഭാഗത്തിൽ അറിയാം കേട്ടോ. നോവലിൻ്റെ അടുത്ത ഭാഗം നാളെ തന്നെ തരാം കേട്ടോ. ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ അടുത്ത ഭാഗം പോസ്റ്റ് ചെയ്യും. നോവൽ കേൾക്കുന്നവർ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം കൂടി പറയണേ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടല്ലോ.